അപ്പോൾ നമ്മൾ തേർഡ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിന് എക്സസൈസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അഭ്യാസഃ എക്സസൈസ്. അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരാണി ഏകപദേന ലിഖത. ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിന് ആൻസേഴ്സ് നമ്മൾ ഏകപദേന, അതായത് വൺ വേർഡിൽ വേണം എഴുതാൻ. കുത്ര ഡിജിറ്റൽ ഇന്ത്യ ഇത്യസ്യ ചർച്ച ഭവന്തി. ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ചർച്ച, ഡിസ്കഷൻ എവിടെയാണ് നടക്കുന്നത്? അത് നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പഠിച്ചിരുന്നു. ആൻസർ എന്താ? സമ്പൂർണ്ണ വിശ്വ. സമ്പൂർണ്ണ വിശ്വ എന്ന് പറഞ്ഞാൽ വേൾഡ്. ഈ വേൾഡ് മുഴുവനും ഡിസ്കഷനാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞ വാക്ക്. കേന സഹ മാനവസ്യ ആവശ്യകത പരിവർത്തത. എങ്ങനെയാണ് ആ മാനവ, അതായത് ആൾക്കാരുടെ ആവശ്യങ്ങൾ കൂടുന്നത്? ഏത് വിധത്തിലാണ്? ആൻസർ എന്താ? കാല പരിവർത്തനേന സഹ. കാലം മാറുന്നതനുസരിച്ചിട്ട്, കാല പരിവർത്തനേന ആൾക്കാരുടെ ഓരോ ഡിമാൻഡും കൂടുന്നു. അതാണ് കാല പരിവർത്തനേന. ആപണെ വസ്തുനാം ക്രയസമയെ കേശാം അനിവാര്യത നാം ഭവിഷ്യതി. ആപണെ വസ്തുനാം, കടയിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ എന്തിൻ്റെ ആവശ്യമാണ് ഈ ജനറേഷനിൽ ഇല്ലാത്തത്? പേഴ്സിൽ നമ്മൾ എന്ത് വെക്കേണ്ട എന്നാണ് പറയുന്നത്. ആൻസർ റുപ്യ കാണാം. കാശ് നമ്മൾ പേഴ്സിൽ വെക്കേണ്ട, എല്ലാം ഓൺലൈനാണ്. അതാണ് ഈ ക്വസ്റ്റ്യൻ. ആപണെ വസ്തുനാൻ ക്രയസമയെ കേശാം അനിവാര്യത നാം ഭവിഷ്യതി. എന്തിൻ്റെ ആവശ്യമാണ് നമുക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ വേണ്ടാത്തത്? റുപ്യ കാണാം, കാശിൻ്റെ, അതായത് സാധാ നോർമൽ കറൻസിയുടെ ആവശ്യമില്ല, എല്ലാം ഓൺലൈനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കസ്മിൻ ഉദ്യോഗെ വൃക്ഷാഹ ഉപയുജ്യന്തെ. എന്തു ആവശ്യത്തിനാണ് വൃക്ഷങ്ങൾ കട്ട് ചെയ്യുന്നത്, മരങ്ങൾ കട്ട് ചെയ്യുന്നത്? ആൻസർ കർഗ ദ്യോഗെ എന്നാ പറയണ്ടേ. കർഗെ എന്ന് എഴുതാം, അല്ലെങ്കിൽ കർഗ ദ്യോഗെ, അതായത് പേപ്പർ എടുക്കാനായിട്ടാണ് മരങ്ങൾ മുറിക്കുന്നത്. കർഗ ദ്യോഗെ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇവിടെ കസ്മിന്ന് ചോദിച്ചു വന്നിട്ട് കർഗെ, അതായത് പേപ്പറിന് വേണ്ടിയിട്ട്. അദ്യ സർവാണി കാര്യാണി കേന സാധിതാനി ഭവന്തി. ഇപ്പോൾ ജനറേഷനിൽ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് നടത്തുന്നത്? സംഗണക യന്ത്രേന, കമ്പ്യൂട്ടർ വഴി, ഓൺലൈൻ വഴിയാണ് നടത്തുന്നത്. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ വൺ വേർഡിൽ വേണം എഴുതാൻ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാം. അധോലിഖിതാനാം പ്രശ്നാനാം പൂർണ്ണവാക്യേന ഉത്തരത. ഇവിടെ 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നമ്മൾ ഫുൾ സെന്റൻസിൽ എഴുതണം. നേരത്തെ വൺ വേർഡ് ആയിരുന്നു, ഇപ്പോൾ ഫുൾ സെന്റൻസ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രാചീന കാലേ വിദ്യ കഥം ഗൃഹ്യതേ സ്മ. പണ്ടത്തെ കാലത്ത് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ ആൻസർ എന്താണ്? പ്രാചീന കാലേ ജ്ഞാനസ്യ ആദാന പ്രധാനം മൗഖികം ആസീത്. അതായത് ജ്ഞാനം വാങ്ങുന്നതും എടുക്കുന്നതും, അതായത് നമ്മൾ പഠിക്കുന്നതൊക്കെ മൗഖികം, ഓറൽ ആയിരുന്നു. വിദ്യാച ശ്രുതി പരമ്പയ ഗൃഹ്യതേ സ്മ. എഡ്യൂക്കേഷൻ നമ്മൾ കേട്ടോണ്ടാണ് പഠിച്ചത് പണ്ടത്തെ കാലത്ത്. അതുപോലെ അനന്തരം താളപത്രോപരി ഭോജപത്രോപരി ച ലേഖകാര്യം ആരബ്ധം. അപ്പൊ ആദ്യം മൗഖികമായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഈ താളി ഓലകളിലൊക്കെ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വൃക്ഷാണാം കർത്തനം കഥം ന്യൂനതാം യാസ്യതി. എപ്പോഴാണ് മരങ്ങൾ കട്ട് ചെയ്യുന്നത് നിർത്തുന്നത്? അതായത് എപ്പോഴാണ് ഇങ്ങനെ പേപ്പർലെസ് ആയിട്ടുള്ള സൊസൈറ്റി വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? സംഗണകസ്യ അധികാധിക പ്രയോഗേന വൃക്ഷാണാം കർത്തനേന ന്യൂനത ഭവിഷ്യതി ഇതി വിശ്വാസഃ. ഇനി ഓൺലൈനായിട്ട് കമ്പ്യൂട്ടർ വഴി എല്ലാം വരുമ്പോൾ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴി എല്ലാ കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് വൃക്ഷങ്ങൾ കട്ട് ചെയ്ത് പേപ്പർ എടുക്കേണ്ട ആവശ്യം വരില്ല. പേപ്പർ നമുക്ക് സേവ് ചെയ്യാം, അങ്ങനെ ട്രീസും നമുക്ക് സേവ് ചെയ്യാം. അതാണ് ആൻസർ. സംഗണകസ്യ അധികാധിക പ്രയോഗ വൃക്ഷാണാം കർത്തനം ന്യൂനത ഭവിഷ്യതി ഇതി. മൂന്നാമത്തെ. ചികിത്സാലയെ കസ്യ ആവശ്യകത അദ്യ നാനുഭൂയതേ. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തിൻ്റെ ആവശ്യമാണ് നമുക്കിപ്പോൾ ഇല്ലാത്തത്? എന്ത് ചെയ്യേണ്ട ആവശ്യമാണ് ഇല്ലാത്തത്? ചികിത്സാലയേപി ഉപചാരാർത്ഥം രുപ്യകാണാം ആവശ്യകതാദ്യ നാനുഭൂയതേ. അതായത് ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ബില്ലടയ്ക്കാനോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ഫീസ് കൊടുക്കാനോ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാം ഓൺലൈനാണ്. കാർഡ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്താലും മതി. അതാണ് ആൻസർ. ചികിത്സാലയേപി ഉപചാരാർത്ഥം രൂപ്യകാണാം ആവശ്യകതാദ്യ നാനുഭൂയതേ. സർവത്ര കാർഡ് മാധ്യമേന ഈ ബാങ്കിങ് മാധ്യമേന ശുൽക്കം പ്രദാതും ശക്യതേ. ഈ ബാങ്കിങ്ങോ കാർഡോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിൽ ഗൂഗിൾ പേയ്മെൻറ്റും ചെയ്യാം. വയം കസ്യാം ദിശി അഗ്രേ സരാമഹ. ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണത് നമ്മൾ എന്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോഴത്തെ ഇന്ത്യ എന്തിലേക്കാണ് മാറുന്നത്?
അതായത് ഇപ്പോഴത്തെ ജനറേഷൻ എന്ത് രീതിയിലേക്കാണ് മാറുന്നത്? ആൻസർ ഡിജി ഭാരതം ഇതി അസ്യാം ദിശി വയം ഭാരതീയാഹ ദ്രുതഗത്യ അഗ്രേ സരാമഹ. അതായത് ഡിജിറ്റൽ ഇന്ത്യ എന്ന കോൺസെപ്റ്റിലേക്കാണ് ഇപ്പോഴത്തെ ഇന്ത്യ മൂവ് ചെയ്യുന്നത്. അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വസ്ത്രപുടകെ കേശാം ആവശ്യകത നാം ഭവിഷ്യതി. പേഴ്സിൽ നമ്മൾ എന്ത് സൂക്ഷിക്കേണ്ട ആവശ്യമാണ് ഇപ്പോൾ ഇല്ലാത്തത്? ആൻസർ വസ്ത്രപുടകെ രൂപയെ കാണാം ആവശ്യകത നാം ഭവിഷ്യതി. പേഴ്സിൽ നമ്മൾ കാശ് സൂക്ഷിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് പേഴ്സിൽ നമ്മൾ സാധാരണ നോർമൽ കറൻസീസ് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അതാണ് ആൻസർ. രേഖാങ്കിതാനി പദാനി അധികൃത്യ പ്രശ്ന നിർമ്മാണം കുരുത. ഇപ്പം ഇത്രയും നോക്കിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് എന്നിട്ട് ആൻസർ എഴുതാൻ പറഞ്ഞു. അടുത്തത് ആൻസർ എന്നിട്ടുണ്ട്, അതിലൊരു വേർഡും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ വേർഡിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്താണെന്ന് നമ്മൾ എഴുതാം, പണ്ടൊക്കെ ചെയ്ത പോലെ. ആദ്യത്തെ നോക്കാം. ഭോജപത്രോപരി ലേഖനം ആരബ്ധം. ലേഖനമാണ് ചോദിച്ചേക്കണേ. ഭോജപത്രോപരി അതായത് ലീവ്സിൽ എഴുതാൻ തുടങ്ങി. അപ്പൊ ലേഖനം എന്ന് പറഞ്ഞ വാക്കിന്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്താ? കിം. ലേഖനാർത്ഥം കർഗതസ്യ ആവശ്യകതായാഹ അനുഭൂതി നാം ഭവിഷ്യതി. ലേഖനാർത്ഥം കർഗതസ്യ അതായത് എഴുതാനായിട്ട് കർഗതസ്യ പേപ്പറിന്റെ ആവശ്യം ഇനി ഉണ്ടാവത്തില്ല. കർഗതസ്യ എന്ന വാക്കിന്റെ ക്വസ്റ്റ്യൻ വേർഡ് കസ്യ. സർവാണി പത്രാണി ചില ദൂരഭാഷയന്ത്രേ സുരക്ഷിതാനി ഭവന്തി. ചില ദൂരഭാഷയന്ത്രേ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ. എല്ലാം ഡോക്യുമെന്റ്സും മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചു വെച്ചേക്കാണ്. ചില ദൂരഭാഷയന്ത്രേ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ ആണ്. അതിന്റെ ക്വസ്റ്റ്യൻ വേർഡ് കസ്മിൻ. വയം ഉപചാരാർത്ഥം ചികിത്സാലയം ഗച്ഛാമഹ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപചാരാർത്ഥം, എന്തിനു വേണ്ടി എന്ന് ചോദിക്കാൻ കിമർത്ഥം. ഉപചാരാർത്ഥം അതിന്റെ ക്വസ്റ്റ്യൻ വേർഡ് കിമർത്ഥം. അപ്പൊ ബാക്കി എക്സസൈസ് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. താങ്ക് യു.